ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ കഥ കേൾക്കുക. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഓരോ നാട്ടിലും പല സമയങ്ങളിലായിട്ട് ഒരുപാട് സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ്. അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഡെഡ് ബോഡിക്കരികിലായിട്ട് ഒരു കെട്ട് മുല്ലപ്പൂവ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ സ്ത്രീകളെ കൊല്ലുന്നതിന് മുന്നേ ആയിട്ട് ആ സീരിയൽ കില്ലർ അവരെ എല്ലാവരെയും റേപ്പും ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ കൊലപാതക പരമ്പര ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം നമ്മുടെ കഥാനായികയായിട്ടുള്ള സന്ധ്യ യാദൃശികമായിട്ട് ഈ ഒരു കേസിലേക്ക് ഇൻവോൾവ് ആകുകയാണ്. ക്രൈം സ്റ്റോറികൾ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു സന്ധ്യ. അവൾ എന്തായാലും ആ കേസിന്റെ അടിവേര് വരെ ഇളക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സൈക്കോപാത്തിന്റെ പിന്നാലെ പോയ സന്ധ്യ മനസ്സിലാക്കിയ കാര്യം ശരിക്കും അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്നാൽ പിന്നെ പോവുകയല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. പിന്നെ നിങ്ങൾ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫുഡ്, ട്രെക്കിംഗ്, DJ പാർട്ടി, ക്യാമ്പ് ഫയർ ഇതെല്ലാം അടങ്ങുന്ന പാക്കേജിന് 999 മാത്രമേ ഉള്ളൂ. ഈ ഒരു ഓഫർ ഈ മാസം ലാസ്റ്റോട് കൂടെ തീരും കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ക്യാമ്പിങ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. സിനിമ ആരംഭിക്കുന്നത് വർഷം 2000. അതിന്റെ തുടക്കത്തിലാണ്. സ്റ്റേജിലെല്ലാം ഡാൻസ് കളിക്കുന്ന ഒരു 2 സ്ത്രീകളെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അന്നത്തെ നൃത്തം എല്ലാം കഴിഞ്ഞ് ഇവര് തിരിച്ചു വരുന്ന സമയത്ത് അവരെ കൂട്ടാനായിട്ട് ഒരു അംബാസിഡർ കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിലൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു. കൂട്ടത്തിലെ ഒരു പെണ്ണിനെ കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ മറ്റേ ലേഡി അവരുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ഇപ്പൊ അവര് മാത്രമേ ആ ഒരു വീട്ടിലുള്ളൂ. എന്തായാലും അവരുടെ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലൂടെ ആരോ പോകുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. ആ സ്ത്രീ ആകെ ഭയന്നിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറത്തുനിന്ന് വന്ന ആ ആള് അവളെ കടന്നു പിടിക്കുന്നത്. അന്ന് രാത്രിയിൽ ആ വീട്ടിൽ വെച്ച് ആ സ്ത്രീയെ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അയാൾ റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അന്നേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു പൊളിറ്റീഷ്യന്റെ കൂടെ അവളുടെ കൂട്ടുകാരി പോയി എന്ന് പറഞ്ഞില്ലേ, അവള് തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അവളുടെ കൂട്ടുകാരിയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു മുല്ലപ്പൂവിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ ആ അവസ്ഥ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ കാര്യം പരാതിപ്പെടാനായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവരാരും ആ ഒരു കേസ് എടുക്കുന്നില്ല. കാരണം ഇവരൊക്കെ തെരുവിൽ ഡാൻസ് കളിക്കുന്നവരാണ്. ഇവരുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് അവർക്ക് നേരമില്ല എന്ന രീതിയിലാണ് ആ പോലീസുകാർ സംസാരിച്ചത്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. കുറച്ചധികം വർഷമായിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ടൈം നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സന്ധ്യയെ കാണിക്കുകയാണ്. ആളൊരു ന്യൂസ് റീഡർ ആണ് കേട്ടോ. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അതിനോട് അവൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ സന്ധ്യക്ക് എപ്പോഴും അവളുടെ മൈൻഡിൽ ഒരു ട്രോമയുണ്ട്. അവളിങ്ങനെ ഒരു തിയേറ്ററിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ, അവളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വരുന്നത് പോലെയുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ട്രോമ അവൾക്ക് എപ്പോഴും ഉണ്ടാവും. സോ ഈ ഒരു കാര്യം സ്വപ്നം കണ്ടുകൊണ്ടാണ് എന്നും അവൾ എഴുന്നേൽക്കാറ്. എന്തായാലും ഇപ്പൊ സന്ധ്യയെ കാണിക്കുകയാണ്. ജോലിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയും എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും, മോളെ ഈ പ്രായത്തിൽ ജോലി മാത്രം പോരാ, കല്യാണം കഴിക്കണം, അപ്പൊ അതിനുള്ള കാര്യങ്ങൾ വേഗം നോക്കണം എന്ന് ഇതെന്നെ പറിച്ചില്ല. അമ്മയെ എല്ലാ ദിവസവും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞാൻ ആദ്യം എന്റെ ജോലി ഒന്ന് സെറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഭക്ഷണം മര്യാദക്കൊന്നും കഴിക്കാതെ നേരെ ഓഫീസിലേക്ക് പോകണം. അവിടെ എത്തിയപ്പോൾ തന്നെ അവളുടെ ഒരു കൂട്ടുകാരി നേരെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ പേര് ബോബി എന്നാണ്. ഇവര് രണ്ടുപേരും ഒരു സുഹൃത്തുക്കൾ എന്നതിലുപരി സിസ്റ്റേഴ്സിനെ പോലെയാണ്. അതായത് നമ്മുടെ സന്ധ്യ ബോബിയെ കാണുന്നത് ഒരു അനിയത്തിയെ പോലെയാണ്. എന്നെങ്കിലും ഒരു ദിവസം ഈ മീഡിയ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങണം. ഇതാണ് രണ്ടുപേരുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഈ ചാനലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മൾ ടിവിയിലൊക്കെ കാണില്ലേ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ്. സോ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളാണ് സന്ധ്യ. സോ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബോബി. എന്ന ചാനലിന്റെ TRP റേറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു ക്രൈം സ്റ്റോറി ഇവരുടെ കയ്യിൽ കിട്ടിയാൽ അതൊരു 10 ഇരട്ടിയാക്കിയിട്ട് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് അതിനങ്ങോട്ട് പൊലിപ്പിക്കാൻ നോക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ സന്ധ്യക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അവൾ ഈ ഒരു ജോലി ചെയ്യുന്നത്. ഇതിന്റെ കാര്യം പറഞ്ഞ് അവൾ ബോസിനോട് പല തവണ വഴക്കിട്ടിട്ടുണ്ട്. എന്നാൽ ബോസ് പറയുന്നത്, മോളെ സന്ധ്യ, ഞങ്ങൾക്ക് യാതൊരു എത്തിക്സും ഇല്ല, ഞങ്ങൾക്ക് വേണ്ടത് റേറ്റിംഗ് ആണ്, ഞങ്ങൾക്ക് വേണ്ടത് കാശാണ്, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അപ്പൊ ആ ഒരു ബോസിന്റെ ആറ്റിറ്റ്യൂഡൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ചായ കുടിക്കാൻ നേരത്തെ ഈ കാര്യം സന്ധ്യ ബോബിയോടും അതുപോലെ തന്നെ അവളുടെ തൊട്ടടുത്തുള്ള അമർ എന്ന ആ പയ്യനോടും പറയുന്നുണ്ട് കേട്ടോ. ഈ അമർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആണ്. രണ്ടുപേർക്കും കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും അവരോടിപ്പോ സന്ധ്യ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു ജോലി മടുത്തു, ഞാൻ അധികം വൈകാതെ ഇത് ഞാൻ നിർത്തും. ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സമാധാനം കൂടെ പോയി കിട്ടും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാനാണ് എന്റെ പ്ലാൻ. ഇത് കേട്ടപാട് തന്നെ ബോബിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഇത് തുടങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നിറങ്ങുന്നോ അന്ന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാന്ന് പറയാം. പിന്നീട് ബോബി പോയി കഴിഞ്ഞപ്പോൾ അമർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സന്ധ്യ എന്തായാലും നീ പുതിയൊരു പരിപാടി തുടങ്ങാൻ വേണ്ടി പോയാൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്താലോ, നമുക്ക് കല്യാണം കഴിച്ചാലോ. സന്ധ്യയ്ക്കും ആ ഒരു കാര്യത്തിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അവള് പറയാണ്, എന്നാലൊരു കാര്യം ചെയ്യും, നീ നിന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, പെണ്ണ് ചോദിക്കുന്നു പറയണം. അതായത് സന്ധ്യ അച്ഛനും അമ്മയ്ക്കും ഒരേ മോളാണ്. അതുപോലെ തന്നെയാണ് അമറും, അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പെണ്ണ് കാണാനായിട്ട് സന്ധ്യയുടെ വീട്ടിലേക്ക് അമറിന്റെ അച്ഛനും അമ്മയും അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. അവനെ പോലെ തന്നെ നല്ല ഫണ്ണിയാണ്. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടാൽ ഒരു ഇച്ചിരി ഗൗരവക്കാരിയായിട്ട് തോന്നുമെങ്കിലും ആള് ഭയങ്കര പാവാണ്. ഇപ്പൊ സന്ധ്യയുടെ അടുത്തേക്ക്
വന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. സന്ധ്യ, ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് ശേഷം എനിക്ക് അവരോടുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കുടുംബം, ഫാമിലി എന്നൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇത് കേട്ട സമയത്ത് ഇപ്പൊ സന്ധ്യ പറയാണ്, ആന്റി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കല്യാണം കഴിഞ്ഞ് ഞാനൊന്ന് അങ്ങോട്ടേക്ക് വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്ക് അടിച്ചു പൊളിക്കാന്നേ, നമ്മൾ രണ്ടുപേരാണ് ബെസ്റ്റ് ഫ്രണ്ട്. എന്തായാലും നമ്മുടെ സന്ധ്യ അമ്മായിയമ്മേനെ നല്ല അരച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട്. രണ്ടുപേർക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം, അത് മറ്റൊരു ദിവസം ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് സന്ധ്യ വിചാരിക്കുകയാണ്, അല്ല ബോബി എവിടെ പോയി, അവൾ എന്താ കാണാത്തത്? ബോബിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ആ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ്. എന്തായാലും അവൾക്ക് എന്തെങ്കിലും ബിസി ഉണ്ടാവും, മറ്റെന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് കരുതിയിട്ട് വീട്ടിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ സന്ധ്യ നേരെ വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോവാണ്. ആ നേരത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. സന്ധ്യ കണ്ട പാടിനെ ചേച്ചി ഒന്ന് വണ്ടി നിർത്ത്, ഒന്ന് വീട്ടിലേക്ക് വരുമോ, അവിടെ എന്താ സംഭവിച്ചേ നോക്കുന്ന പറഞ്ഞിട്ട് വളരെ ഭയത്തിൽ ആ സ്ത്രീ സംസാരിക്കുകയാണ്. ബോബി വേഗം തന്നെ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അതായത് ബോബിയുടെ വീടായിരുന്നു അത്. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ബോബി അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് രണ്ടുപേരെയും ആരും കൊന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ബോബിയെ വെറുതെ കൊന്നിരിക്കുകയല്ല, അവൾ അതിനു മുന്നേ ക്രൂരമായിട്ട് തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവളുടെ തൊട്ടടുത്ത് തന്നെ മുല്ലപ്പൂവിന്റെ ഒരു കെട്ടും വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാഴ്ച കണ്ട സമയത്ത് സന്ധ്യ ആകെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം ബോബി എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തല്ല, അവൾക്ക് അനിയത്തിയെ പോലെ ആയിരുന്നു. എന്തായാലും വേഗം തന്നെ സന്ധ്യ ഈ വിവരം എല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ട്. അധികം വൈകാതെ പോലീസിന്റെ ഒരു ടീം ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഫോറൻസിക് ടീമും ഇതെല്ലാം വന്നിട്ട് അവിടെ മുഴുവനായിട്ട് മരിച്ചു പിറകുന്നുണ്ട് കേട്ടോ. ഫുഡ് പ്രിന്റ് അതുപോലെ തന്നെ എന്തെങ്കിലും DNA സാമ്പിൾ ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ നിരീക്ഷണത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് മരിക്കുന്നതിന് മുന്നേ ബോബിയെ ആരോ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചുറ്റുഭാഗത്തായിട്ട് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് വാണ്ടഡ് ആയിട്ട് ആരോ ഒരാൾ ഇത് ചെയ്തു തന്നെയാണ്. ഈ ഒരു കൊലപാതകത്തിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇതൊരു സൈക്കോപാത്ത് ആവാനാണ് സാധ്യത. എന്തായാലും ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർ സന്ധ്യയെ കാണുകയാണ്. അപ്പൊ അവളെ കണ്ടപാടിന് ചോദിക്കാണ്, നിങ്ങൾ ആ ഒരു ചാനലില് ന്യൂസ് ഒക്കെ വായിക്കുന്ന ആളല്ലേ, അപ്പൊ ഈ ഒരു സ്റ്റോറി കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നതാണോ? ഇപ്പൊ ഒരു വിഷമത്തോട് കൂടിയിട്ട് സന്ധ്യ പറയണ, അല്ല സാറേ, ഈ മരിച്ചിരിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഓ സോറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. എന്തായാലും പിന്നീട് ഈ ബോബിയുടെ ആ ഒരു ഓർമ്മകൾ സന്ധ്യയുടെ മൈൻഡിൽ നിന്ന് പോകുന്നേയില്ല. ഞാൻ പറഞ്ഞല്ലോ, നീതിയെ പോലെയാണ്, ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ ഇങ്ങനെ ചോദിച്ചറിയും. എന്തായി അപ്ഡേറ്റ് സാറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ നിങ്ങൾ, അങ്ങനെ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സന്ധ്യ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ചാനലിൽ തന്നെ ബോബിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട ഈ ക്രൈം സ്റ്റോറി ഉണ്ടല്ലോ, അത് അവര് തന്നെ അവതരിപ്പിക്കുകയാണ്. അതും ഒരുപാട് നുണകൾ കുത്തിക്കയറ്റിയിട്ട്. മരിക്കുന്നതിന് മുന്നേ ബോബി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കള്ള കാമുകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അനാവശ്യമായ പല കാര്യങ്ങളും അവൾ അവിടെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് സൈക്കോ അങ്ങോട്ടേക്ക് എത്തിയത്. അതുകൊണ്ടായിരിക്കാം അവൻ ഈ രീതിയിലൊക്കെ അവളോട് പെരുമാറിയത്. അങ്ങനെ വളരെ മോശമായിട്ട്, എന്താ പറയാ, ആളുകളെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് ഇവർ സ്റ്റോറി അവതരിപ്പിക്കുന്നത്. അപ്പൊ ബോസിനോട് നേരെ ചെന്നിട്ട് സന്ധ്യ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ബോസ് നിങ്ങൾ ഈ കാണിക്കുന്നത്? സന്ധ്യ ആരായിരുന്നു? നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്ത നല്ലൊരു, എന്താ പറയാ, നിങ്ങളുടെ കമ്പനിക്കൊക്കെ വേണ്ടി അവൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവളെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല. വളരെ കഷ്ടമുണ്ട് സാറേ. ഒരുപാട് വിഷമിച്ചിട്ടാണ് സന്ധ്യ പിന്നീട് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി അവളുടെ മൈൻഡിൽ ആ ഒരു കാര്യം തന്നെ. പെട്ടെന്നാണ് ചില കാര്യങ്ങൾ സന്ധ്യക്ക് മനസ്സിലാവുന്നത്. അവൾ വേഗം എന്താക്കി അവളുടെ റൂമിലേക്ക് പോകണം. അവളുടെ മൈക്ക് ഓൺ ആക്കുകയാണ്. അവളുടെ പോഡ്കാസ്റ്റ് ചാനൽ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അവൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പോഡ്കാസ്റ്റ് ചാനലിലൂടെ ആളുകളോട് അവൾ പബ്ലിക് ആയിട്ട് തന്നെ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. അതായത് ബോബിയുടെ ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് അവളുടെ ബോഡിയിൽ അവൾ എപ്പോഴും ഇടാറുണ്ടായിരുന്ന ആ മാല അതില്ലായിരുന്നു. അതുപോലെ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പയ്യനൊന്നുമല്ല, അവൾ പ്രണയിച്ച, അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ തന്നെയായിരുന്നു. അവൾ ഇട്ടുകൊടുത്ത ഒരു മോതിരം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവന്റെ ബോഡി റീകവർ ചെയ്യുന്ന സമയത്ത് അവന്റെ ബോഡിയിലും ആ ഒരു മോതിരം ഉണ്ടായിരുന്നില്ല. ഇതിനർത്ഥം എന്താണ്? ആരോ മോഷണശ്രമത്തിനിടയിലാണ് അവനെ കൊന്നിരിക്കുന്നത്, അവളെയും കൊന്നിരിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് ടീമിന് അവിടെ വെച്ച് ഒരു ഫുഡ് പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവിടെ നന്നായിട്ട് അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവാറുള്ളതാണ്. ഓൾറെഡി ആ വീട്ടിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അയാളുടെ ഷൂ ഏകദേശം അതുപോലെയാണ്. ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. സോ പോലീസുകാർക്ക് ആ വഴിയിലൊന്ന് അന്വേഷിച്ചൂടെ എന്ന് അവൾ ആ പോഡ്കാസ്റ്റ് ചാനലിൽ ചോദിക്കുകയാണ്. ഇത് കേട്ട പോലീസുകാർക്ക് എന്തായാലും അങ്ങനെയൊന്നും അന്വേഷിക്കേണ്ടി വരുമല്ലോ. അവരെന്തായാലും ഈ വാച്ച്മാന്റെ നടപടികളൊക്കെ ഒന്ന് നോക്കുകയാണ്. അങ്ങനെ അയാളെ ഫോളോ ചെയ്തതിൽ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാൾക്ക് എവിടുന്നോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. ആ കാശിന് ഇയാൾ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തൊരു ബാറിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് സ്വർണം അവിടെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഈ മദ്യമൊക്കെ വാങ്ങുന്നത്. അതോടെ ഈ വാച്ച്മാനെ കൈയോടെ പൊക്കുകയാണ് കേട്ടോ. കാരണം ഈ വാച്ച്മാൻ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് നമ്മുടെ ബോബിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരമായിരുന്നു. അവൻ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സന്ധ്യയുടെ പോഡ്കാസ്റ്റ് ചാനൽ ഭയങ്കരമായിട്ട് വൈറലാവാണ്. കാരണം അവള് കൊടുത്ത ആ ഒരു ക്ലൂ വെച്ചാണ് പോലീസുകാർ ആ കില്ലറെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ കേവലം ഒരു മാലയ്ക്കും ഒരു മോതിരത്തിനും വേണ്ടിയിട്ട് അവൻ അവളെ കൊന്നു കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്ധ്യക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഒരു ദിവസം സന്ധ്യ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ വാച്ച്മാൻ ഉണ്ടല്ലോ, ഇയാളുടെ ഭാര്യ സന്ധ്യയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതായത് ബോബിയുടെ മരണം നടന്ന ആ ഒരു കാര്യം സന്ധ്യയോട് പറഞ്ഞത് ഈ ഒരു ചേച്ചിയാണ്. അപ്പൊ ആ ഒരു ചേച്ചി വന്നിട്ട് പറയാണ്, എന്റെ മോളെ നീ എന്താ കാണിച്ചത്? അയാൾ ഒരു കുടിയനാണ്,
ക്രിമിനലാണ്, എന്ത് തെമ്മാടിത്തരം വേണമെങ്കിൽ കാണിക്കും, എന്നാൽ കാശിന് വേണ്ടി അയാൾ ആരും കൊല്ലില്ല മോളെ, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ നീ കാരണം എന്തായി, എന്റെ പിള്ളേർക്ക് തന്തയില്ലാതെയായി, എനിക്ക് കെട്ടിയവനും ഇല്ലാതായി, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഈ പ്രായമാവാത്ത പിള്ളേരെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോറ്റും മോളെ, നീ ഒന്ന് പറ. എന്തായാലും ഇപ്പൊ സന്ധ്യയുടെ കൂടെ അമർ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ആകെ ഒരു ഷോക്കായി പോവാണ് ഈ ഒരു കാര്യം. അപ്പൊ അമർ പറയുന്ന സന്ധ്യ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. എന്നാൽ വീട്ടിലെത്തിയതിനു ശേഷവും സന്ധ്യ ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സ്ത്രീ അങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ച് അവൾ അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാതന്റെ കോള് വരുന്നത്. ഇപ്പൊ ആള് പറയാണ്, നിന്റെ പോഡ്കാസ്റ്റ് എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ കേൾക്കാൻ. എന്നാൽ അവസാനമായിട്ട് നീ തെളിയിച്ച ഒരു കേസ് ഉണ്ടല്ലോ, അതിൽ നിനക്കൊരു ചെറിയ പിഴവ് പറ്റിപ്പോയി. ഒരു ക്ലൂ എല്ലാം കണ്ടുപിടിക്കുമ്പോൾ പ്രതിയെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ആ വാച്ച്മാൻ അവനല്ല അവരെ കൊന്നത്, ഞാനാണ് അവനെ കൊന്നത്. അപ്പൊ അടുത്ത തവണ മിസ്റ്റേക്ക് ഒന്നും പറ്റണ്ട കേട്ടോ. ഇത് കേട്ടപാട് തന്നെ സന്ധ്യ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇൻസ്പെക്ടറോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ബോബിയെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊന്ന ആ ഒരു സീരിയൽ കില്ലർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോള് വന്ന ഭാഗത്തേക്ക് ഇവർ ആ ഒരു നമ്പർ ട്രേസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു. മാത്രമല്ല അയാള് ആ കില്ലർ വിളിച്ചിരിക്കുന്നത് ഏതോ ഒരു മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ്. അവര് പോലും അറിയാതെയാണ് അവരുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. സോ എന്തായാലും ആ ഒരു ഫോണിന്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് നമ്മുടെ സന്ധ്യ ഉണ്ടല്ലോ അർജന്റ് ആയിട്ട് ഗോദാവരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ സന്ധ്യയുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുന്നില്ല. ഈ കല്യാണം അടുത്ത സമയത്ത് നീ എങ്ങോട്ടേക്ക് ഈ പോകുന്നത്? പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറയാണ്. ഇപ്പൊ അമർ പറയാണ്, അമ്മ അച്ഛാ കുഴപ്പമില്ല, അവളുടെ കൂടെ ഞാനുണ്ടല്ലോ, അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ഗോദാവരിയിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണ് സന്ധ്യ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ഈ അമറിനോട് പറയുന്നത്. ഇന്ന് രാവിലെ ഗോദാവരിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, പേര് വാണി എന്നാണ്. അതായത് അവര് വിളിച്ചിട്ട് പറയാണ്, മോളെ ഇപ്പൊ നടന്ന ആ സംഭവം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു മോളെ. സോ ആ വാണിയെ കാണാനാണ് ഇവർ രണ്ടുപേരും ഗോദാവരിയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വാണി. എന്തായാലും വാണി പുറത്തേക്ക് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വാണിയുടെ കല്യാണം കഴിഞ്ഞ പാട് ഒരു ചെറിയ കുഞ്ഞുമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഭർത്താവ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവരുടെ വീട്ടിലേക്ക് മാസ്ക് അല്ലാട്ട് ഒരാൾ കടന്നു വന്നത്. പിന്നീട് നടന്ന കാര്യം പറയുമ്പോൾ വാണിയുടെ കണ്ണുനീര് അങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ ക്രൂരമായിട്ട് തന്നെ അവര് റേപ്പ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അവളെ കൊല്ലാൻ നിൽക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്നു. ആ ശബ്ദം കേട്ടപാട് തന്നെ ആ കില്ലർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. പിന്നീട് തന്റെ ഭർത്താവിനോട് വാണി നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ ഭർത്താവ് അത് മറ്റൊരു രീതിയിൽ എടുക്കുകയാണ്. അതായത് വന്നത് അവളുടെ കാമുകനായിരിക്കും. അതുപോലെ തന്നെ അയാളെ വാണി ചതിച്ചു എന്നൊക്കെ അയാൾക്ക് തോന്നിയിട്ട് അയാൾ വാണി ഉപേക്ഷിച്ച് പോവാണ്. പിന്നീട് ആ ഒരു കുഞ്ഞുമായിട്ട് വാണി ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ആരോടും ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല, പോലീസിനോട് ഈ കാര്യം കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും വാണിയെ മോശക്കാരിയായിട്ട് കാണാൻ തുടങ്ങും. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഞാനിതിങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കുകയാണ് മോളെ എന്ന് സന്ധ്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാണിയുടെ മകൻ ഇപ്പൊ വളർന്നു വലുതായിട്ടുണ്ട്, അവരുടെ കൂടെ തന്നെ ജോലി ചെയ്യാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് സന്ധ്യ ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതായത് ഈ കില്ലർ ഉണ്ടല്ലോ, ഈ സീരിയൽ കില്ലർ, ഇയാൾ ഇപ്പൊന്നും തുടങ്ങിയ പരിപാടിയല്ല ഇത്. 20 വർഷങ്ങൾക്ക് മുന്നേ ഇയാൾ ഇത് തുടങ്ങണമെങ്കിൽ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കേസുകളെ കുറിച്ച് സന്ധ്യ പഠിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയി അവള്. കാരണം അതുപോലെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ച സ്ത്രീകളുടെ അടുത്ത് മുല്ലപ്പൂ വെച്ച് പോകുന്ന ആ ഒരു കില്ലറെ കുറിച്ച് ഇന്ന് വരെയായിട്ടും അയാൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അയാൾ ആരും തേടി പോയിട്ടുമില്ല. ഓരോ നാട്ടിലും ഓരോ സമയത്തും ഈ ഒരു കൊലപാതകങ്ങൾ ഇതേ പാറ്റേണിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പുറകാലെ തന്നെ സന്ധ്യ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ അമർ പറയുന്നത്, സന്ധ്യ മതിയാക്ക്, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓൾറെഡി എന്റെ അച്ഛൻ വിളിച്ചായിരുന്നു, അദ്ദേഹത്തിന് തീരെ വയ്യ, എനിക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോകണമെന്ന് പറയണം. ഇപ്പൊ സന്ധ്യ പറയണത്, അമറെ നീ ഇപ്പൊ പോയിക്കോ, കാരണം ഞാൻ ഏകദേശം ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയണം. ഇപ്പൊ അമറിന് അച്ഛന് വയ്യാത്തോണ്ട് എന്തായാലും പോകുകയും വേണം, അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം സന്ധ്യ നേരെ പോകുന്നത് ലളിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ആ ഒരു സൈക്കോപാത്തിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ കൈയും കാലും വിറക്കുന്നുണ്ടായിരുന്നു. മാനം പോയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ജീവനോടെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയല്ലോ. ഇതേ സമയത്തിന് ലളിതയുടെ മാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളാണ് പിന്നീട് സന്ധ്യയോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സന്ധ്യ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും ആ സീരിയൽ കില്ലർ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പോലീസിന്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിന് സമ്മതമാണോ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനും റെഡിയാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാം. എന്തായാലും സന്ധ്യ ഈ ഒരു കേസിന്റെ പിന്നാലെ തന്നെയാണ്. ആ സമയത്താണ് അവൾക്കുണ്ടാകുന്ന ആ ഒരു ട്രോമ ഉണ്ടല്ലോ, എന്നും അവൾ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് കാണിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തിയേറ്ററിൽ സിനിമ കാണാൻ പോയ സമയത്ത് അവൾ എന്തോ ഒരു സമയത്ത് കുറച്ചു നേരത്തേക്ക് ഒറ്റയ്ക്കായിപ്പോയി. ആ നേരം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേര് അവളോട് വളരെ മോശമായിട്ട് പെരുമാറാൻ വരികയായിരുന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്തി. എന്നാൽ അത് സത്യം പറഞ്ഞാൽ അന്ന് അവൾ ആകെ ഞെട്ടിപ്പോയി. ഈ കാര്യം കംപ്ലൈന്റ് ചെയ്യാന്നൊക്കെ അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അവളുടെ അമ്മയാണ് പറഞ്ഞത്, വേണ്ട ഇങ്ങനൊരു കാര്യം നടന്നു എന്നൊക്കെ അറിഞ്ഞാൽ പോലീസുകാരോടൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അറിയും, പിന്നെ ഇവളുടെ ഭാവിക്ക് അത് വലിയ ദോഷമായിട്ട് വരുന്നു പറയണം. അപ്പൊ ആ ഒരു കാര്യം അവളുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ചെറിയ പ്രായത്തിൽ വല്ലാതെ പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിക്കുന്നത് വരെ ആ ഒരു ട്രോമ ചിലരുടെ മനസ്സിലുണ്ടാവും. എന്തായാലും പിന്നീട് സന്ധ്യ നേരെ അവളുടെ പോഡ്കാസ്റ്റ് റൂമിലേക്ക് പോവാണ്, മൈക്ക് എടുക്കണം.
മനസ്സിലാക്കുകയാണ്. അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുകയാണ്. അതായത് അയാൾ ഇപ്പോഴൊന്നും അല്ല ഇത് തുടങ്ങിയത്, 25 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അയാളുടെ ഈ കാമവെറിയും നരനായാട്ടും. 2 ദിവസം മുന്നേ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടായിരുന്നു, ലളിത. അവൾക്കുണ്ടായ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോഡ്കാസ്റ്റിലൂടെ ആ കഥ ഇപ്പോൾ സന്ധ്യ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ലളിത എല്ലാവരെയും പോലെ തന്നെ കല്യാണം കഴിഞ്ഞു, പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു പാവം പെണ്ണായിരുന്നു. അവളും അവളുടെ ഭർത്താവും ചെറിയൊരു കുടുംബം. അവരുടെ ലൈഫ് വളരെ സന്തോഷത്തിലായിരുന്നു മുന്നോട്ടേക്ക് പോയിരുന്നത്. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അവൻ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നു. അവളുടെ ഭർത്താവിനെ അവളുടെ മുന്നിലിട്ട് കൊന്നുകളഞ്ഞു. അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തോ ഒരു അബദ്ധം പറ്റി, അവളെ കൊല്ലാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം ലളിത ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ലളിതയോട് സംസാരിക്കുന്ന സമയത്ത് അന്നത്തെ ആ ഒരു കാര്യം എന്നോട് പറയോ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കൈകൾ വിറക്കുകയായിരുന്നു. ഭയം കൊണ്ട് അവളുടെ ചുണ്ട് ഇടറുന്നുണ്ടായിരുന്നു. അവൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ അങ്കിളാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് എന്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ആ സൈക്കോപാത്ത് ഇപ്പൊ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിൽ ഒരാളായിട്ട് അയാൾ ജീവിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് തന്നെ സന്ധ്യ മനസ്സിലാക്കിയ കാര്യങ്ങൾ പോഡ്കാസ്റ്റിലൂടെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രി അവളുടെ റൂമിന് നേരെ ആരൊരാൾ കല്ലെറിയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ഭയന്നുപോയി. എന്തായാലും പിറ്റേ ദിവസം ആയ സമയത്ത് ആ നാട്ടിലെ DSP ഉണ്ടല്ലോ, കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. ഇയാളോട് പത്രക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, സാറേ എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് ഈ മുല്ലപ്പൂ സീരിയൽ കില്ലർ? അയാളുടെ മോട്ടീവ് എന്താണ്? എത്രയോ വർഷമായിട്ട് ഇയാൾ കില്ലിംഗ് നടത്തുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത്? ഇപ്പൊ DSP പറയാണ്, നിങ്ങൾ ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നത്? ആ പോഡ്കാസ്റ്റ് നടത്തുന്ന പെണ്ണോ? അവളാണോ പോലീസ്? അവളുടെ കയ്യിൽ തെളിവുണ്ടോ? അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ആളല്ല ഞാൻ. എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സന്ധ്യയോട് മറ്റേ ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, കേസ് അന്വേഷിക്കുന്ന ആള്, അയാൾ വന്നിട്ട് ഒരു കാര്യം പറയണം, സന്ധ്യ നീ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല, ഇതിനെല്ലാത്തിനും തെളിവ് വേണം. സന്ധ്യ ഇപ്പോൾ അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവൾ പോയി കണ്ട ആ ഒരു സ്ത്രീകളുണ്ടല്ലോ, അവരോടൊക്കെ നേരിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാനൊരു പ്രസ് മീറ്റ് നടത്തും, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയുമെന്ന്. എല്ലാവരും ഒന്നും അതിന് സമ്മതിച്ചില്ലെങ്കിലും ചില ആൾക്കാരൊക്കെ സമ്മതിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രസ് മീറ്റ് വെക്കേണ്ട ആ ഒരു ഡേറ്റ് വന്നു. ആ സമയമായി എല്ലാവരും സന്ധ്യ പറഞ്ഞ ആ ഒരു വിക്ടിമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നേരത്ത് ഓരോരുത്തരായിട്ട് സന്ധ്യ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, പേടിയാണ്. അതുപോലെ തന്നെ ഇത്രയും പത്രക്കാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനം അഭിമാനം ഇതെല്ലാം പോകുന്നു അറിയാം. ഈ നേരം എന്ത് ചെയ്യണമെന്ന് സന്ധ്യയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളിപ്പോ പത്രക്കാരോടൊക്കെ പറയാണ്, ഇവിടെ വരാന്ന് പറഞ്ഞ ആരും ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പത്രക്കാർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. നീ എന്താ ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കുകയാണോ? ഞങ്ങളും നിന്റെ അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. നീ നിന്റെ പോഡ്കാസ്റ്റ് ചാനൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ള കഥകൾ അങ്ങനെ ഉണ്ടാക്കും. അതിന്റെ വാലും പിടിച്ച് ഞങ്ങളൊക്കെ വരണല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ ഫുൾ ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ? എല്ലാവരും ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. എന്നാൽ സന്ധ്യക്കാണെങ്കിൽ ഇവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് 2 സ്ത്രീകൾ വരുന്നത്. അവരുടെ പേര് ലക്ഷ്മി, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ത്രീയുടെ പേര് വാണി. ഇവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഞങ്ങൾ സംസാരിക്കാന്ന് പറയണം. ഈ 2 സ്ത്രീകൾ ആരാന്ന് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു 2 നർത്തകിമാരുണ്ടല്ലോ, അവര് തന്നെ. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ വിചാരിച്ചത് അതിൽ ആ പെണ്ണ് മരിച്ചു പോയെന്നാണ്. എന്നാൽ അവൾ മരിച്ചിട്ടില്ലായിരുന്നു, അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. സോ അവള് വന്നിട്ട് അവൾക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരോടും തുറന്നു പറയാണ്. അന്ന് രാത്രി നൃത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ നാട്ടിലെ എലാങ്കോ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. എന്റെ സുഹൃത്തായിട്ടുള്ള ഈ ലക്ഷ്മിയെ ഈ എലാങ്കോ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. അന്ന് രാത്രിയാണ് എന്റെ ലൈഫിനെ മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. അവൻ എന്റെ അടുത്തേക്ക് വന്നു, എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. മരിച്ചു എന്ന് കരുതി അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ എന്റെ സുഹൃത്ത് ലക്ഷ്മി വന്നപ്പോൾ എന്നെ കണ്ടു, പക്ഷെ ഞാൻ മരിച്ചിട്ടില്ലായിരുന്നു. ലക്ഷ്മി പോയിട്ട് ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ DSP ഉണ്ടല്ലോ, അയാളായിരുന്നു. എന്നാൽ അന്ന് DSP എന്റെ ലക്ഷ്മിയോട് എന്താ പറഞ്ഞെന്ന് അറിയോ? നിങ്ങളെപ്പോലെ തെരുവിൽ ഡാൻസ് കളിച്ചെടുക്കുന്ന സ്ത്രീകൾ, നിങ്ങൾക്ക് വേണ്ടിയൊന്നും കേസ് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഈ കാര്യം പിന്നീട് ആരോടും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഒതുക്കി നടക്കുമായിരുന്നു ഞങ്ങൾ. എന്തായാലും സന്ധ്യ അവളുടെ പോഡ്കാസ്റ്റിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോൾ അതുപോലെ തന്നെ സന്ധ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് ഇവിടെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് 2 ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, ഒരാണിന്റെയും പെണ്ണിന്റെയും. ആ പെണ്ണിന്റെ അരികിലായിട്ട് മുല്ലപ്പൂവിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു. അതിനർത്ഥം അയാൾ തന്നെ, ആ സീരിയൽ കില്ലർ തന്നെയാണ് ഇത് ചെയ്തത്. മാത്രമല്ല ഇന്നിപ്പോ DSP ആയിട്ട് ഇരിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ ജോലി തന്നെ പോകുന്നുണ്ട്. കാരണം എന്താ, അന്ന് ആ 2 പെൺകുട്ടികൾ വന്ന് പരാതി പറഞ്ഞ സമയത്ത് ആ കേസ് ഇയാൾ ഏറ്റെടുത്തില്ല. അന്ന് ഇയാൾ എന്തൊക്കെയോ ചില തിരിമറികൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇയാളിപ്പോ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്നത് അനിത എന്ന് പറഞ്ഞ ഒരു ലേഡി ഇൻസ്പെക്ടറാണ്. അവർ വന്നപാട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അൺഒഫീഷ്യലായിട്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് സന്ധ്യയെ ചേർക്കുകയാണ്. ഈ കേസിനെ പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആള് അത് സന്ധ്യയാണല്ലോ. എന്തായാലും ഇൻസ്പെക്ടർ അനിതയുടെ ടീം ഈ DSPയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അന്ന് ആ സ്ത്രീകൾ വന്ന് പരാതിപ്പെട്ടപ്പോൾ നിങ്ങൾ ആ ഒരു കേസ് എടുക്കാതിരുന്നത്? ഇപ്പൊ ആ ഒരു DSP പറയാണ്, അന്ന് ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് ആ സ്ത്രീകളെ അന്ന് രാത്രി കൊണ്ടുപോയത് ആ നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ, അന്ന് അവിടെ മത്സരിക്കാൻ പോകുന്ന MLA ആയിരുന്നു. അന്ന് ഞാൻ ആ ഒരു കേസ് അന്വേഷിച്ചായിരുന്നെങ്കിൽ അയാളുടെ നേരെ കേസ് പോകും, അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേസ് ഒതുക്കി തീർത്തത്. വേറൊന്നും ഈ കേസുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറയാം. അതുപോലെ അന്ന് ആ MLAക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ എത്തിച്ചു കൊടുത്തത്, അതായത് ആ 2 പേരെയും ലക്ഷ്മി റാണി എത്തിച്ചു കൊടുത്തത് എലാങ്കോ എന്ന് പറഞ്ഞ ആ നാട്ടിലെ തന്നെ ഒരാളായിരുന്നു. അവനിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കില്ലർ ഇവനാവാൻ
ആവാനും സാധ്യതയുണ്ട്. കാരണം അവൻ കുറച്ച് മോശമാണ് ആൾ. അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് മരിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ കഴുത്തിൽ നിന്നും ഒരു ആണിന്റേത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മുടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്പെക്ടർ പറയുന്ന സന്ധ്യ നമുക്കൊരു കാര്യം ചെയ്താലോ, എന്തായാലും ആ എലാങ്കയുടെ വീട് വരെ ഒന്ന് പോയി നോക്കാം, ചുമ്മാ ക്യാഷ്വൽ ആയിട്ട് അയാളോടൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ എലാങ്കയുടെ വീട്ടിലേക്ക് സന്ധ്യയും അതുപോലെ തന്നെ ഇൻസ്പെക്ടറും പോകുന്നുണ്ട്. അയാളോട് ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കാര്യം മനസ്സിലായ എലാങ്കോ പറയുന്നത്, ഓഹോ അപ്പൊ നിങ്ങളിപ്പോ എന്നെ സംശയിക്കുകയാണല്ലേ, എനിക്ക് അതിന്റെ ആവശ്യം എന്താണ്? ഞാൻ ഇന്നിരിക്കുന്ന ഈ പൊസിഷൻ കണ്ടോ, ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചെറ്റത്തരങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യും. പക്ഷേ ഇത് ഞാനല്ല എന്ന് ഭയങ്കര അഹങ്കാരത്തിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട്. കാരണം അത്രയും സ്വാധീനം പണമുള്ള ആളാണ് ഇപ്പൊ എലാങ്കോ. എന്നാൽ അയാളുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ പോലും അറിയാതെ അയാളുടെ ഒരു ബ്രഷ് ഇപ്പൊ നമ്മുടെ സന്ധ്യ അടിച്ചു മാറ്റുകയാണ്. പിന്നീട് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ സന്ധ്യയും സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആ നേരത്ത് സന്ധ്യയെ കൂട്ടാൻ വന്ന അമർ ഈ ഒരു കാര്യം കാണാണ്. അവനൊട്ടും ഈ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ ഒരു കേസിന്റെ പേരും പറഞ്ഞ് സന്ധ്യ എങ്ങോട്ടേക്കോ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അവനുമായിട്ട് തീരെ ടൈം സ്പെൻഡ് ചെയ്തുമില്ല. ആ സമയത്താണ് ഈ ഇൻസ്പെക്ടറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അമർ കാണുന്നത്. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പൊ അവളെ കൂട്ടി പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവൾ ആ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ ഈ എലാങ്കോ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് ഇവർ കേസന്വേഷണത്തിന്റെ ഭാഗമായി പോയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പത്രക്കാർ ഓരോ കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങുക. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുന്ന അനിതയ്ക്കാണ് അതിന്റെ ആ ഒരു പ്രഷർ വന്നത്. അപ്പൊ അനിത ഈ സന്ധ്യയോടും ഇൻസ്പെക്ടറോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് പോയത്? എന്തായാലും അയാളെല്ലാം ഒരു കില്ലർ. കാരണം DNA റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അയാളുടെ ബ്രഷിലുണ്ടായിരുന്ന ആ ഒരു സാമ്പിളും അതുപോലെ തന്നെ ആ ഒരു മുടിയും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. സോ ആ കാര്യം വിട്ടേക്ക്. അയാളെല്ലാം നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ. സന്ധ്യ നന്നായിട്ട് തന്നെ ഈ ഒരു കേസിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു പ്രതീക്ഷ ഇത് എലാങ്കോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നായിരുന്നു. എന്നാൽ എലാങ്കോ എല്ലാം ഇപ്പൊ തെളിഞ്ഞല്ലോ. അപ്പൊ യാതൊരു ലീഡും ഇല്ലാതെ കൺഫ്യൂഷൻ അടിച്ച് അവൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അമറിന്റെ അച്ഛനും അമ്മയും വരുന്നത്. അമറും സന്ധ്യയും വഴക്കിട്ട കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളോട് നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് ഇവർ രണ്ടുപേരും വന്നത്. വന്ന പാടിനെ അമറിന്റെ അച്ഛൻ അറിയാലോ, ആള് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. ആള് വന്ന പാടിനെ സന്ധ്യയോട് സംസാരിക്കുകയാണ്. മോളെ, നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടില്ലേ? എന്തിനാ വെറുതെ നിങ്ങൾ വഴക്കിടുന്നത്? കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ വഴക്കിടുന്നത്? മോളെ, ഈ പ്രായത്തിൽ ആദ്യം ലൈഫൊക്കെ ഒന്ന് സെറ്റാക്ക്, എന്നിട്ട് പോകാം ഇതുപോലെയുള്ള അന്വേഷണങ്ങൾക്ക് പിന്നാലെ. അതുപോലെ തന്നെ ഇപ്പൊ സന്ധ്യയോട് അമറിന്റെ അമ്മയും സംസാരിക്കുന്നുണ്ട്. അമറിന്റെ അമ്മയും അതുപോലെ തന്നെ സന്ധ്യയും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, മോളെ ഇപ്പൊ തൽക്കാലം കല്യാണത്തിലേക്ക് ശ്രദ്ധി, നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് ബാക്കിയുണ്ട്, നമുക്ക് എന്തായാലും ഒരുമിച്ച് പോയാലും ചോദിക്കുകയാണ്. അങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ സന്ധ്യ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അന്നേ ദിവസം തന്നെ ആ ഒരു സീരിയൽ കില്ലർ പോലീസുകാർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, സാർ നിങ്ങളൊക്കെ എന്താണ് ഈ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് എന്താ എന്നെ പിടിക്കാൻ പറ്റാത്തത്? ഞാൻ അവസാനമായിട്ട് ഒരു പെണ്ണിനെ കൂടെ കൊന്നിട്ടുണ്ട്. നിങ്ങളത് അറിഞ്ഞായിരുന്നോ? ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ അത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നത്. അവളുടെ ഡെഡ് ബോഡി എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്ക്. അതുപോലെ തന്നെ ഞാനിനി അടുത്തതായിട്ട് ഒരു കൊലപാതകം കൂടെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള തലച്ചോറുണ്ടെങ്കിൽ മാത്രം എന്നെ പിടിക്കുക. അതായത് ആ കില്ലർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഒരു കാരണവശാലും പോലീസുകാർക്ക് അയാളെ പിടിക്കാൻ പറ്റില്ല എന്ന്. എന്തായാലും കില്ലർ പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥലത്തേക്ക് പോയിട്ട് നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടുകയാണ്. പിന്നീട് പരിശോധനയിലാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ സന്ധ്യ പോഡ്കാസ്റ്റെല്ലാം ഇടാൻ തുടങ്ങിയല്ലോ, സ്ത്രീകളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഈ സൈക്കോയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ സന്ധ്യയ്ക്ക് സപ്പോർട്ടായിട്ട് ലൈവായിട്ടൊരു വീഡിയോ വന്നിട്ട് ഈ പെൺകുട്ടി ചെയ്തായിരുന്നു. അതായത് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കണം, പണിഷ്മെന്റ് കൊടുക്കണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ലൈവായിട്ട് വന്ന് പറഞ്ഞ ആ പെണ്ണിനെയാണ് ഇപ്പൊ ഈ ഒരു കില്ലർ കൊന്നിരിക്കുന്നത്. അതായത് സന്ധ്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത പെണ്ണിനെ. അങ്ങനെയാണെങ്കിൽ ആ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സന്ധ്യയെ ആ സൈക്കോ കില്ലർ എന്ത് ചെയ്യും? അവളി പാപത്തിലാണെന്ന് ഈ പോലീസുകാർക്ക് മനസ്സിലായി. അതായത് അടുത്തതായിട്ട് ആ സീരിയൽ കില്ലർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സന്ധ്യയെ തന്നെയാണ്. അപ്പൊ തന്നെ സന്ധ്യ ഇവർ ഈ ഒരു കാര്യം വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, സന്ധ്യ ഇനി പബ്ലിക് പ്ലേസിലേക്ക് അധികം പോകണ്ട, ഒറ്റയ്ക്ക് രാത്രിയിലൊന്നും എവിടെയും പോകാൻ നിൽക്കുന്നത്. കാരണം അവന്റെ അടുത്ത ടാർഗറ്റ് അത് നീയാണ്. ഇത് കേട്ട സമയത്ത് എത്രയൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് അവൾക്ക് ഉണ്ടെങ്കിലും ഒന്ന് പേടിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ട് ഇപ്പോ സന്ധ്യ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വന്ന സന്ധ്യ പേടിച്ചിരിക്കുന്നൊന്നുമില്ല. അവൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും അവളുടെ പോഡ്കാസ്റ്റിലൂടെ വിളിച്ചു പറയാണ്. അതായത് സന്ധ്യ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഗോദാവരിയിൽ നിന്നൊന്നുമല്ല ആ സൈക്കോ കില്ലർ അയാളുടെ ഈ ഒരു നരനായാട്ട് തുടങ്ങിയത്. അതിനു മുന്നേ അയാൾ ഓരോ നാട്ടിലും പോയിട്ട് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അതിലൂടെ സന്ധ്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇയാൾ എന്തോ ഒരു ജോലിക്കാരനാണ്. ഈ ജോലിയുടെ ആവശ്യമായിട്ട് ഇയാൾ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് ആ നാട്ടിലെ ആൾക്കാരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇതുപോലെ കൊല്ലുന്നത്. ഓരോ സ്ത്രീകളെയും ഇയാൾ നോട്ട് ചെയ്യുന്നതിന് എന്തോ പ്രത്യേകിച്ച് കാരണമുണ്ട്. പോഡ്കാസ്റ്റിലൂടെ സന്ധ്യ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്ന് വിളിച്ച് പറയുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. അവളുടെ റൂമിന് നേരെ ഒരു പെട്രോൾ ബോംബ് ആരോ എറിയാണ് കേട്ടോ. അവളൊന്ന് പകച്ചുപോയി, മരണം തൊട്ട് മുന്നിൽ കണ്ടു എന്ന് പറയാലോ. എന്നാൽ ആ സമയത്ത് അവള് ഭയന്നെങ്കിലും പിന്നീട് അവളുടെ ധൈര്യം തിരിച്ചു പിടിക്കുകയാണ്. പൊട്ടിയ ഗ്ലാസ്സിലൂടെ അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ മുഖം മൂടിയിട്ട ഒരുത്തിനെ കാണുകയാണ്.
പുറത്തേക്ക് ഇറങ്ങി. അവന്റെ പിന്നാലെ തന്നെ സന്ധ്യ ഓടുകയാണ്. അവനും ഓടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു പഴയ ബിൽഡിംഗിലേക്ക് രണ്ടുപേരും എത്തിയാട്ടോ. അവിടെ വെച്ച് സന്ധ്യ അവനെ പിടികൂടുകയാണ്. കൂട്ടിനായിട്ട് മറ്റേ ഒരു പോലീസുകാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സന്ധ്യയുടെ ജീവൻ ആപത്തുള്ളതുകൊണ്ട് തന്നെ അവൾ അറിയാതെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അവനെ പോക്കി നോക്കിയപ്പോൾ ആരാണ് ഈ ഒരു സീരിയൽ കില്ലറുടെ വിക്ടിം ആയിട്ടുള്ള ഗോദാവരിയിൽ ആദ്യം പോയിട്ട് സന്ധ്യ മീറ്റ് ചെയ്ത ആ ഒരു ലേഡി ഉണ്ടല്ലോ, വാണിയുടെ മകനായിരുന്നു അത്. അപ്പൊ നീ ആയിരുന്നു ആ ഒരു സീരിയൽ കില്ലർ. പക്ഷേ 20 കൊല്ലങ്ങൾക്ക് മുന്നേ നീ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? ഈ സമയത്താണ് ആ പയ്യൻ പറയുന്നത്, ഞാനല്ല ആ സീരിയൽ കില്ലർ, ഞാൻ അങ്ങോട്ടേക്ക് വന്നത് സന്ധ്യ നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ എല്ലാവരും ഞെട്ടിപ്പോയി, നീ എന്തിന് ഇവളെ കൊല്ലണം? കാരണം നിന്റെ അമ്മയെ സഹായിക്കാൻ വന്നവളാണ് സന്ധ്യ. അപ്പൊ അവൻ പറയാണ്, സഹായിക്കാനല്ല ദ്രോഹിക്കാനാണ് ഇവള് വന്നത്. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നടന്നു കഴിഞ്ഞു. പക്ഷേ അമ്മയുടെ തെറ്റല്ലാഞ്ഞിട്ട് കൂടെ എന്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി. എന്റെ നാട്ടിൽ മുഴുവനും എന്റെ അമ്മയ്ക്ക് പിന്നീട് ഒരു ചീത്തപ്പേരായി. എന്നെയൊക്കെ ആൾക്കാർ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങി. പിഴച്ചുപറ്റ ചാരസന്തതിയാണ് ഞാൻ, എന്റെ അച്ഛൻ ഉണ്ടായതൊന്നുമല്ല. ആ രീതിയിലൊക്കെ നാട്ടുകാർ പറഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നെയും എന്റെ അമ്മയും ഒരുപാട് പേര് അപമാനിച്ചു. പക്ഷേ പോകെ പോകെ എല്ലാവരും ഇത് മറക്കാൻ തുടങ്ങി. ഞങ്ങൾക്കും നല്ലൊരു ലൈഫ് കിട്ടാൻ തുടങ്ങി. ആ സമയത്താണ് ഈ കേസിന്റെ പേരും പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് വരുന്നത്. മറന്ന എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഇത് ഓർമ്മ വന്നു. എന്നെ പഴയതുപോലെ തന്നെ അപമാനിക്കാൻ തുടങ്ങി. എന്റെ അമ്മയെ ആ രീതിയിൽ അവർ കാണാൻ തുടങ്ങി. ഇതിനെല്ലാത്തിനും കാരണം സന്ധ്യ നീയാണ്. നീ കാരണം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെളിവ് എന്ന പേരിൽ പത്രക്കാരുടെ മുന്നിൽ നീ അവരെ കൊണ്ടേ നിർത്തുമ്പോൾ, അവരുടെ പേരുകൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനം എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്കും വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട്. അവൻ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. ആ കില്ലറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യ പലരുടെ അടുത്തേക്ക് പോയി. അവരുടെ പേരുകളൊക്കെ എക്സ്പോസ് ആയി. അവർക്കൊക്കെ ഒരു നാണക്കേട് ഫീൽ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യ എന്താക്കുകയാണ്, അവളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ആക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയാണ്. അവൾ പൂർണ്ണമായിട്ടും പിന്നീട് ആ ഒരു കേസിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അമ്മയും അച്ഛനും പറയുന്നത് പോലെ കല്യാണമൊക്കെ ആയിട്ട് ഇനി അതിലേക്ക് കുറച്ച് ബിസി ആവാന്ന് അവൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈ കേസിന്റെ പിന്നാലെയായിരുന്നു ഇൻസ്പെക്ടർ അനിതയും അവളുടെ ഒരു ടീം. അവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ കേസിന്റെ പിന്നാലെ പോയി ഓരോ നാട്ടിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതായത് ഈ മുല്ലപ്പൂ വെച്ചുള്ള കൊലപാതകങ്ങൾ, ആ നേരത്ത് അവിടെ ജോലി ചെയ്തിരുന്ന കുറച്ച് ആൾക്കാർ അവരുടെ എല്ലാവരുടെയും ലിസ്റ്റുകൾ എടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഇതുപോലെ മർഡർ നടന്ന നാടുണ്ടല്ലോ, അവിടെ പോയിട്ട് ആ നാട്ടിലും ആ നേരത്ത് ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ഇത് വരിയായിട്ട് അവരിങ്ങനെ പരിശോധിച്ചു പോകുന്ന സമയത്ത് ഒരു പേര് അവർക്ക് കിട്ടി. എന്നാൽ അത് തന്നെയാണ് ആ ഒരു സീരിയൽ കില്ലർ എന്ന് കൺഫേം ചെയ്യാൻ പറ്റൂല. എന്തായാലും അവരുടെ അന്വേഷണം ഈ രീതിയിൽ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സന്ധ്യയെ കാണിക്കുകയാണ്. സന്ധ്യ ഇപ്പോൾ അമർ വിളിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു വിളിയിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് സന്ധ്യയ്ക്ക് മനസ്സിലായി. അവളോട് വേഗം അമറിന്റെ വീട്ടിലേക്ക് പോകാൻ പറയാം. അങ്ങനെ അവൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് അമറിന്റെ അമ്മയുണ്ടല്ലോ ടെറസിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് പെട്ടെന്ന് തന്നെ മരിക്കുകയുണ്ടായി. എല്ലാവരും വലിയൊരു ഷോക്കിലായിരുന്നു കേട്ടോ. കാരണം രണ്ട് കുടുംബത്തിലും ഭയങ്കര ഹാപ്പി ആയിട്ട് വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. എല്ലാവരും അതിന്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു മരണം. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് അമറിന്റെ അമ്മയുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അവരങ്ങനെയായിരുന്നു അവളോട് പെരുമാറിയത്. ഇപ്പൊ അമറിന്റെ അച്ഛനെ നോക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവരും അത്ര നല്ല ബന്ധത്തിലായിരുന്നു. ഒരു പാവ മനുഷ്യൻ, അയാൾ പൊറ്റിക്കായില്ലേ. ഒരു സ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ടെറസിന്റെ മുകളിൽ നിന്നും കാല് തെന്നി താഴേക്ക് വീണതല്ലേ. എന്നാൽ ഈ ഒരു കാര്യം ഒരാൾക്ക് മാത്രം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റാരുമല്ല, നമ്മുടെ സന്ധ്യ തന്നെ. അപ്പൊ അവള് ചോദിക്കാണ്, അമറെ നിനക്ക് ഉറപ്പുണ്ടോ ഇതൊരു അപകടം മാത്രമാണെന്ന്? ഒരു കൊലപാതകമായിക്കൂടെ? ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അമറിന് വല്ലാതെ ദേഷ്യം വരികയാണ്. സന്ധ്യ, നിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. മരിച്ചത് എന്റെ അമ്മയാണ്. ഇവിടെ വെച്ച് നീ ഓരോ കഥ ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് അമറിന്റെ അച്ഛനും പറയുന്നത് അത് തന്നെയാണ്, മോളെ വെറുതെ ഓവറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇതൊരു സാധാരണ അപകടം തന്നെയാണ്. എന്തായാലും അവള് പോയി, ഇനി ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല മോളെ. ആ ഒരു മനുഷ്യൻ അത്രയും സങ്കടത്തിലായിട്ടൂടെ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും വീട്ടിലേക്ക് വന്നു, ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയായിട്ടോ. എന്തായാലും ആ വീട്ടിൽ തന്നെ സന്ധ്യ നിൽക്കുകയാണ്. കാരണം അമറും ഒറ്റയ്ക്കാണ്, അവന്റെ അച്ഛനും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ സന്ധ്യ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ അവളുടെ റൂമിലേക്ക് പോകണം, അതായത് അമ്മയുടെ റൂമിലേക്ക്. ആ സമയത്ത് അമ്മ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞി പാവ അവൾ കാണുകയാണ്. അപ്പൊ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ചുമ്മാ അതൊന്ന് കയ്യിലെടുത്ത് നോക്കുകയാണ് അവൾ. അമറിന്റെ അമ്മയാണെങ്കിലും അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് സന്ധ്യക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ. എന്നാൽ പെട്ടെന്ന് ആ പാവയുടെ അടപ്പങ്ങ് ഊരി പോവാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേകതരം മാല അവൾക്ക് കിട്ടുന്നുണ്ട്. ഈ മാല സന്ധ്യ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ കിട്ടിയത്. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടല്ലോ ബോബി, അവൾ ഉപയോഗിച്ചതായിരുന്നു ഈ ഒരു മാല. എന്നാൽ ആ ഒരു മാല അതെങ്ങനെയാണ് ഇവിടെ വന്നത്? അത് മാത്രം സന്ധ്യക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്താണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അനിതയും ടീമും ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ നാട്ടിൽ വെച്ചാണല്ലോ ഓരോ സമയങ്ങളിൽ കൊലപാതകം നടക്കുന്നത്. അപ്പൊ ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നീട് രണ്ടാമതും കൊലപാതകം നടന്ന അതേ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കമ്പാരിസൺ അവർ നടത്തിയപ്പോൾ ഒരാളുടെ പേര് കിട്ടിയായിരുന്നല്ലോ. അയാളെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്കൊരു രഹസ്യം മനസ്സിലായി. പോലീസുകാർ ചെറുതായിട്ടൊന്നും ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ സന്ധ്യ അതേ സമയത്ത് വിളിക്കുകയാണ്. അതായത് സന്ധ്യയ്ക്ക് അമറിന്റെ അമ്മയുടെ ആ ഒരു പാവയിൽ നിന്നും ആ ഒരു ജ്വല്ലറി കിട്ടിയില്ലേ, അതേ സമയത്ത്. എന്നിട്ട് സന്ധ്യ വാൺ ചെയ്യാണ്, സന്ധ്യ നീ നന്നായിട്ട് സൂക്ഷിക്കണം, നീ അപകടത്തിലാണ്. കാരണം ആ കില്ലർ അത് മറ്റാരുമല്ല, അമറുണ്ടല്ലോ, അമറിന്റെ അച്ഛനായിട്ടുള്ള രാമുവാണ്. ഇത്രയും കാലം നീ തേടിക്കൊണ്ടിരിക്കുന്ന ആ സീരിയൽ കിൽ, ആ സൈക്കോപാത്ത്, അത് നിന്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ആള് തന്നെയാണ്. ഈ കാര്യം കേട്ട് സന്ധ്യ ആകെ ഞെട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ ഫുഡ്
ഫുഡ് എടുക്കാൻ വേണ്ടി വന്ന അമറിന്റെ അച്ഛൻ രാമു പോലീസുകാർ ഈ കാര്യം അവളോട് വിളിച്ചു പറയുന്നത് നൈസായിട്ടൊന്ന് കേൾക്കണം കേട്ടോ. അയാൾക്ക് അപ്പൊ മനസ്സിലായി ഇനി ഇവളെ ജീവനോട് വിട്ടാൽ ഇനി ഇവളെ കയ്യിൽ കിട്ടില്ല. അപ്പൊ തന്നെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ രാമു നോക്കുകയാണ്. എന്നാൽ സന്ധ്യ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഇയാൾക്കിട്ടൊരു കുത്തും കൊടുത്ത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ എങ്ങോട്ടേക്ക് എത്തി. അതുകൊണ്ട് മാത്രം നമ്മുടെ സന്ധ്യ രക്ഷപ്പെടുകയാണ്. അവസാനം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പല പോലീസുകാരും വന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു അക്ഷരം ഇയാൾ മിണ്ടുന്നില്ല. അണ്ണാക്കിൽ പേര് വെട്ടിയതുപോലെ ഒരേ ഇരുത്തം. ഇത് കണ്ട സമയത്ത് സന്ധ്യ പറയാണ്, സാറേ ഇനി ഞാനൊന്ന് ശ്രമിച്ചോട്ടെ, ഞാൻ അയാളോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് സന്ധ്യ പറയാണ്. സന്ധ്യക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. സന്ധ്യ നേരെ ഇപ്പോൾ അയാളുടെ മുന്നിൽ പോയിരിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? എത്ര പേരുടെ ലൈഫാണ് നിങ്ങൾ നശിപ്പിച്ചത്? എന്റെ അമ്മ, അമറിന്റെ അമ്മ, അവരെ കൊന്നത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോഴും ഈ രാമു ഒന്നും പറയുന്നില്ല, മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഈ നേരത്ത് സന്ധ്യ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഫോട്ടോ എടുത്ത് ഇയാളെ കാണിക്കുകയാണ്. ഫോട്ടോ കണ്ടപാടന്നെ ഇയാൾ ട്രിഗർ ആവുകയാണ്. ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇനി ആ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇയാൾ എല്ലാ കാര്യം പറയാൻ തുടങ്ങുകയാണ്. ചെറിയ പ്രായത്തിൽ ഇയാൾക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, അനാഥനായിരുന്നു. എന്നാൽ ഒറ്റയ്ക്കായി പോയ എന്നെ വളർത്തിയത് എന്റെ ആന്റിയും അതുപോലെ തന്നെ അങ്കിളും ആയിരുന്നു. അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഒരു അമ്മയെ പോലെ തന്നെ അവരെന്നെ നന്നായിട്ട് നോക്കി. അങ്കിളും എന്നെ അങ്ങനെ തന്നെയാണ് കണ്ടത്. എന്റെ ആന്റിയെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അവർ നന്നായിട്ട് നൃത്തം വെക്കും. അവരെപ്പോഴും മുല്ലപ്പൂ ചൂടിക്കൊണ്ടാണ് നടക്കാറ്. ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു എന്റെ. എനിക്ക് വേണ്ടതെല്ലാം എന്റെ അമ്മയെ പോലെ തന്നെ എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ആർക്കും അറിയാത്തൊരു മുഖം അവർക്കുണ്ടായിരുന്നു. അങ്കിള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആന്റി എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടിയായിരിക്കുന്ന എന്നെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ചെറിയ പ്രായത്തിൽ അതൊന്നും അറിയില്ലായിരുന്നു. ഓരോ സമയത്തും ആന്റി എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് അങ്ങനെ പെരുമാറുന്ന സമയത്ത് വളരെയധികം ഇറിറ്റേഷനും വെറുപ്പും ദേഷ്യം എല്ലാം എനിക്ക് തോന്നാറുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. ഒരു സ്ത്രീക്കാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഫീല് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു പുരുഷന് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവൻ അനുഭവിച്ച ആ ഒരു പെയിന് അതാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ പലരും ചിരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ തമാശക്ക് പറയും, നിനക്ക് കോൾ അടിച്ചല്ലോ എന്നൊക്കെ. എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല. ചെറിയ പ്രായം മുതലേ അവരെന്നെ അബ്യൂസ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലൊക്കെ ഉപയോഗിച്ചു. ഒരു ദിവസം അങ്കിള് വീട്ടിലേക്ക് വന്നപ്പോൾ അങ്കിള് കണ്ടത് ഈ കാര്യമായിരുന്നു. അപ്പൊ തന്നെ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അവരെ കയറി പിടിച്ചു വന്നു. ഞാനാണോ തെറ്റ് ചെയ്തത്? അല്ലല്ലോ. എന്നിട്ടും എല്ലാ കുറ്റവും അവരെന്റെ തലയിലിട്ടു. അതിന്റെ പേരിൽ അങ്കിൾ എന്നെ വന്ന് അടിച്ചു. ഒരുപാട് തല്ലി. ഞാൻ കുറെ പറഞ്ഞു നോക്കി, അയാൾക്കത് മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു വന്നു കൊടുത്തു. അയാൾ അടിച്ച് കൊന്നു കളഞ്ഞ. കുറെ കാലമായിട്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്ന പകയും ദേഷ്യം എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തു. അവർക്ക് എന്താണോ വേണ്ടത് ഞാൻ അതുപോലെ തന്നെ കൊടുത്തു. അവസാനം അവരെ കൊന്നു കളയും ചെയ്തു. അപ്പോഴാണ് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കലി എനിക്ക് തീർന്നത്. ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ച എന്റെ ദേഷ്യവും എന്റെ ഫ്രസ്ട്രേഷനും എല്ലാം ഞാൻ അവിടെ വെച്ച് തീർത്തു. എനിക്ക് സന്തോഷമായി. പക്ഷേ പോകെ അവരോടുള്ള പക എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. എനിക്ക് വീണ്ടും അവരെ കൊന്ന അതേ ഫീലിംഗ്, അതേ സന്തോഷം വേണമായിരുന്നു. എന്റെ മുന്നിൽ വന്ന് പെടുന്ന ഓരോ പെണ്ണിനെയും ഞാൻ എന്റെ ആന്റിയായിട്ട് കണ്ടു. അവസരം കിട്ടുമ്പോൾ എല്ലാത്തിനെയും ഞാൻ പിടികൂടും, ക്രൂരമായിട്ട് ഉപദ്രവിക്കും, എന്നിട്ട് കൊന്നുകളയും. അവൻ കൊല്ലുന്ന ഓരോ പെണ്ണും, അവൻ പീഡിപ്പിക്കുന്ന ഓരോ പെണ്ണും അത് അവന്റെ ആന്റി ആണെന്ന് അവന് തന്നെ തോന്നിപ്പിക്കാനായിട്ടാണ് അവൻ ഈ മുല്ലപ്പൂ എല്ലാവരുടെയും അടുത്ത് കൊണ്ടുവെക്കുന്നത്. അങ്ങനെ പതിയെ അവൻ വളരാൻ തുടങ്ങി. യുവാവായി. പിന്നീട് കല്യാണം കഴിഞ്ഞു. നല്ലൊരു ജോലി കിട്ടി. അപ്പോഴെല്ലാം അവൻ ഈ പരിപാടികൾ ചെയ്യുന്നുണ്ട്. കാരണം അവന്റെ ഉള്ളിൽ ആ ഒരു പക അതിപ്പോഴും അവന്റെ ഉള്ളിൽ നിന്ന് തീർന്നു പോയിട്ടില്ല. അതൊരിക്കലും തീരുമില്ല. അങ്ങനെയാണ് ഇവനൊരു സൈക്കോപാത്തായി മാറുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ കുട്ടിയൊക്കെ ആയി. അമ്മറെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പോലീസിന്റെ കയ്യിൽ പെടുമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ കുറച്ചു കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ആക്കിയിരുന്നു. ആ സമയത്താണ് നമ്മുടെ സന്ധ്യയുടെ കല്യാണ ആലോചന വരുന്നത്. അവിടെ വെച്ച് അവളുടെ സുഹൃത്തായിട്ടുള്ള ബോബിയെ ഇയാൾ കാണുകയാണ്. ബോബിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കും, എല്ലാവരും നല്ലതുപോലെ ഇടപഴകും. അതുപോലെ തന്നെ അവൾ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു. മോഹിനിയാട്ടൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് ഇയാൾക്ക് പഴയ ഓർമ്മകൾ വരികയാണ്. ബോബിയെ കണ്ടപ്പോഴെല്ലാം ഇയാൾക്ക് ഇയാളുടെ ആ ആന്റിയെ നേരിട്ട് കാണുന്ന അതേ ഫീലിംഗ് തോന്നുകയാണ്. ആ പക ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ബോബിയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി അവിടെ ചെന്ന് ബോബിയെയും കൊല്ലുകയാണ്, അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊല്ലുകയാണ്. എന്നിട്ട് അവളുടെ ജ്വല്ലറിയൊക്കെ അയാൾ ഊരിക്കൊണ്ടുവരുന്നുണ്ട്. ഇയാൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഇയാൾ കൊല്ലുന്ന സ്ത്രീകളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ ഇയാൾ ഊരിയെടുക്കും. അങ്ങനെ ബോബിയുടെ ആഭരണം ഇയാൾ വീട്ടിൽ കൊണ്ടുവച്ചത് ആര് കണ്ടായിരുന്നു? ഇയാളുടെ ഭാര്യ കണ്ടായിരുന്നു. അതായത് അമറിന്റെ അമ്മ കണ്ടായിരുന്നു. അവർക്ക് അപ്പൊ തന്നെ ചില സംശയങ്ങൾ തോന്നി. ആ ആഭരണം മാത്രം അവരുപയോഗിക്കുന്ന ആ ഒരു പാവയുടെ ഉള്ളിൽ വെച്ചു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് രാമു, അതായത് ഈ അമറിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അയാൾക്ക് എന്തൊരു സംശയം, അയാളുടെ ഭാര്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവൻ. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ജീവനോട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇയാൾ തന്നെയാണ് ഒന്നും അറിയാത്തതുപോലെ ഭാര്യയും കൂട്ടി മുകളിലേക്ക് പോയിട്ട് മുകളിൽ നിന്നും തള്ളി താഴെയിട്ട് അവരെ കൊന്നത്. മാത്രമല്ല സന്ധ്യ പോഡ്കാസ്റ്റിലൂടെ ഈ കാര്യങ്ങളെല്ലാം, പഴയ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്കും ദേഷ്യമായി. ഇയാൾക്ക് പിന്നീട് വാശിയായി. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒന്ന് കളിപ്പിക്കാമെന്ന് തന്നെ ഈ രാമു വിചാരിച്ചത്. അതുകൊണ്ടാണ് സന്ധ്യയെ സപ്പോർട്ട് ചെയ്തു വന്ന ആ ഒരു വ്ളോഗറെ അയാൾ കൊന്നതും. എല്ലാ കാര്യങ്ങളും ഇയാളിപ്പോ തുറന്നു പറയാം. ഇനി കുറെ കാലത്തേക്ക് ഇയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. മരണം വരെ ഇയാളിനി ജയിലിൽ തന്നെ കിടക്കണം. പക്ഷെ അങ്ങനെ ഒരു ശിക്ഷയല്ല, ഇയാൾക്ക് തൂക്കുകയറ് തന്നെ കൊടുക്കണമായിരുന്നു. അങ്ങനെ എല്ലാ
രഹസ്യം പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ആകെ ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ അമറായിരുന്നു. അവന്റെ അമ്മ മരിച്ചുപോയി, അച്ഛൻ തന്നെ കൊന്നതാണ്. അവന്റെ അച്ഛനാണെങ്കിൽ ഒരു സീരിയൽ കില്ലർ. എന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അമറിനെ നമ്മുടെ സന്ധ്യ ഉപേക്ഷില്ല കേട്ടോ. അവനെ തന്നെ വിവാഹം കഴിക്കുകയാണ്. അവളുടെ ഫാമിലിയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. നല്ലൊരു ലൈഫ് അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സന്ധ്യ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ പോഡ്കാസ്റ്റുമായിട്ട് അവൾ മുന്നോട്ടേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആ സീരിയൽ കില്ലർ, അതായത് അമറിന്റെ അച്ഛൻ കാരണം നാണം കെട്ട് ലൈഫ് ഇല്ലാതെ പോയ എല്ലാ സ്ത്രീകൾക്കും, അതായത് ജീവനോട് ബാക്കിയായ എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടുകയാണ് ഇപ്പോൾ. അവരൊന്നും പിഴച്ച സ്ത്രീകളല്ല, അവരെല്ലാവരും ഇയാൾ ഉപദ്രവിച്ചതാണ്. ഇയാൾ കാരണമാണ് അവരങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത് എന്ന് അവരുടെ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫുകൾ അതിലൂടെ രക്ഷപ്പെടുകയാണ്. ഇത്രയും കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.